ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെയല്ല കേട്ടോ, ഇന്നിപ്പോൾ ദേ രാത്രിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അതെന്താണെന്നറിയോ, വൈകുന്നേരത്തെ ചോറും കറിയും എല്ലാം ആയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, രാത്രി ഒരു 6-6:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ടൊക്കെ പനിയൊക്കെ പിടിച്ചിങ്ങണ്ട് ഇങ്ങനെ കിടപ്പായിരുന്നു. അപ്പോൾ പനിയൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് എന്നും ചമ്മന്തിയും അച്ചാറും കഞ്ഞിയും തോരനും ഒക്കെ ആയിട്ടല്ലേ കഴിക്കുന്നത്. കുറേ ദിവസമായിട്ട് ചോറൊന്നും കഴിക്കാറില്ല കേട്ടോ, പനി ആയതുകൊണ്ട് തന്നെ. പനി എന്ന് പറയുമ്പോൾ ഒരു 1.5 ആഴ്ചയോളം പനിയായിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവസാനം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൗണ്ട് കൂടുതലാണ്, പിന്നെ ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടുതലാണ്. അതൊക്കെയായിരുന്നു കേട്ടോ പനിക്ക് കാരണങ്ങൾ. പിന്നെ ഭയങ്കരമായിട്ട് ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പനിയൊക്കെ അങ്ങോട്ട് മാറി കുറച്ചൊരു ഉഷാറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇക്കാക്ക് ചിക്കൻ കഴിക്കാൻ കൊതിയാകുകയെന്ന് പറഞ്ഞിട്ടോ. അത് പറയണ എപ്പോഴാണെന്നറിയോ, വൈകുന്നേരം ഒരു 6-6:30 സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. ഏകദേശം മഗ്‌രിബ് ബാങ്ക് വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പറയണത്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് താമസിക്കും കിടന്നുറങ്ങാൻ. സാധാരണ ഒരു 9:30-10 മണിക്കുള്ളിൽ കിടക്കും. 9 മണിക്കുള്ളിൽ ചോറ് കഴിച്ചിട്ട് ഒരു 10 മണിക്കുള്ളിൽ കിടക്കും. എന്നും അങ്ങനെയല്ലേ പതിവ്. അപ്പോൾ എന്നും ഒരുപോലെ ആയാലും ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് താമസിക്കും, അത്രയല്ലേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നല്ലേ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇക്ക പോയി ചിക്കൻ മേടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അത് കുറച്ച് കറിക്കായിട്ട് കുറച്ച് പീസാക്കിയിട്ട് അങ്ങനെയും കൊണ്ടുവന്നു. പിന്നെ 2 ലെഗ് പീസായിട്ട് അത് മുറിക്കാതെ കഷ്ണം വെട്ടാതെ അങ്ങനെയും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ച എന്നാൽ പിന്നെ 2 അൽഫാം പീസാക്കി അങ്ങനെയും ചെയ്തെടുക്കാം, ബാക്കി കറിയാക്കിയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചോറും കറിയൊക്കെ ഉണ്ട് കേട്ടോ. ചോറും ഉണ്ട്, മോര് കറിയുണ്ട്, മീൻ വറുത്തതും തോരനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി എടുത്തങ്ങാണ്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഇന്ന് രാത്രി കഴിക്കാൻ ഇതങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൂടെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിക്കൻ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ക്ലീനിങ് ഒക്കെ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ടും മസാലയൊക്കെ പുരട്ടിങ്ങാണ്ട് വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും ഒരു 3-4 മണിക്കൂറൊക്കെ നമുക്ക് ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എങ്കിലാണ് കേട്ടോ ദശയ്ക്കകത്തേക്കൊക്കെ മാംസത്തിലേക്കൊക്കെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. പക്ഷേ ഇതിപ്പോൾ അതിനൊന്നും സമയമില്ല. 6:30-ക്ക് ഒരു മഗ്‌രിബ് ബാങ്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആഗ്രഹം തോന്നി. അത് കഴിഞ്ഞ് ചിക്കനൊക്കെ മേടിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്കും 7-7:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ അൽഫാം ഉണ്ടാക്കലും ചിക്കൻ കറി ഉണ്ടാക്കലും ചപ്പാത്തി ഉണ്ടാക്കലും എങ്ങനെ പോയാലും ഒരു 2-3 മണിക്കൂർ നമുക്ക് സമയം പിടിക്കുമല്ലോ. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാം എന്നാണ് കേട്ടോ ഞാൻ സാധനം കൊണ്ടുവന്ന് തന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇതേ നമ്മുടെ ചിക്കനൊക്കെ ഞാൻ 2 ഐറ്റാക്കിയിട്ട് കഴുകി എടുത്തിട്ടുണ്ടത്. കറിക്കുള്ളത് വേറെ ആയിട്ടും കഴുകിയെടുത്തു, പിന്നെ അൽഫാം ഉണ്ടാക്കാനുള്ളത് അത് വേറെ ആയിട്ടും കഴുകിയെടുത്തു കേട്ടോ. പിന്നെ അതിക്കൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ അതേ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറക്കി എടുത്തുങ്ങാണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇവിടെ വറുത്ത് ചിക്കൻ കറി ഉണ്ടാക്കണതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെയാണ് എനിക്കും ഇഷ്ടം. പിന്നെ നമ്മൾ വറക്കാതെ കറി വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു നേരം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ബാലൻസ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കും അത് കഴിക്കാനും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ വറുത്തുണ്ടാക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നേരം കഴിച്ച് കഴിഞ്ഞിട്ടും ബാലൻസ് ഉണ്ടെങ്കിലും അവിടെ ഇരുന്നോളൂല്ലോ. ആർക്കും പിന്നത്തെ നേരം കൊടുത്താലും കഴിക്കാനും മടിയില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ കറി വറുത്താണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് അൽഫാം ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാൻ കറിക്കുള്ളത് വേറെ ആയിട്ടും അൽഫാം ഉണ്ടാക്കാൻ മസാല പുരട്ടാനായിട്ട് അതിനുള്ളത് വേറെ ആയിട്ടും ഇങ്ങനെ തിരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെയൊക്കെ പറഞ്ഞു ഞാൻ സഹായിക്കാം, എന്തൊക്കെയാണ് വേണ്ടത് പറഞ്ഞാൽ മതി, ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉള്ളി പൊളിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും, അതായത് അൽഫാം ഉണ്ടാക്കണ എനിക്ക് കുറച്ച് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വേണമല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തപ്പോഴത്തേക്കും ഇതേ ബാക്കി കറിക്കുള്ള ഉള്ളികളൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആഗ്രഹം ഇപ്പോൾ രാത്രി നടന്നതായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇക്കായും കൂടെ എൻ്റെ കൂടെ കൂടിയേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതേ അൽഫാം ഉണ്ടാക്കാനുള്ളതിലേക്ക് ആദ്യം തന്നെ മസാലയൊക്കെ പുരട്ടി വെക്കാൻ കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ആവുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ നമ്മുടെ ചിക്കനിൽ. അപ്പോൾ അത് വിചാരിച്ച് ആദ്യം തന്നെ അതിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് 2 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ പോയിട്ട് എടുത്തേക്കണേ ഈ നീളത്തിലുള്ള മല്ലിയില ഉണ്ടല്ലോ, ലീഫായിട്ട് കിടക്കണേ. അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു കഷ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും പിന്നെ തൈരും എല്ലാം ചിക്കൻ മസാലയും എല്ലാം കൂടെ ഒന്നിലേക്ക് തന്നെയാണ് കേട്ടോ ഇട്ടുങ്ങാണ്ട് മിക്സിയിലിട്ടാൻ കറക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പൊടികളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാം അതിലേക്ക് തന്നെ അങ്ങോട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എരിവിന് ഞാൻ വേണ്ടിയിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാലും ഒരു നെയ്ച്ചോറാണ്
ചോറാണെങ്കിലും ഒരു ബിരിയാണി ആണെങ്കിലും ഇനിയിപ്പോൾ എന്താണെങ്കിലും ജസ്റ്റ് ഒരു പുഡിങ് വരെ ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനമൊക്കെ ചിലപ്പോൾ വീട്ടിൽ കാണുള്ളൂ, ബാക്കി നമുക്ക് പോയി മേടിക്കേണ്ടി വരും കേട്ടോ. പക്ഷേ ഇന്ന് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇക്ക ചിക്കൻ കഴിക്കാൻ കൊതിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നോക്കുമ്പോൾ എല്ലാ സാധനം വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒന്നും നമുക്ക് അന്നേരം പോയി മേടിക്കേണ്ട ആവശ്യമില്ല, ചിക്കൻ മാത്രമേ ഇല്ലാത്ത ഉണ്ടായുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ജസ്റ്റ് തൈര് പോലും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൈരൊന്നും അങ്ങനെ എപ്പോഴും ഒന്നും കൊണ്ടുവന്ന് വെക്കാത്ത സാധനമാണ്. അപ്പോൾ പക്ഷേ അതുപോലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടി നമ്മൾ സാധാരണ എപ്പോഴും കറിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ എരിവുള്ള മുളക് പൊടിയാണല്ലോ ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയും അതും നേരത്തെ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കണേ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒന്നും മേടിക്കേണ്ടി വന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ അൽഫാമും ചിക്കൻ കറിയും രണ്ടും കൂടി ആക്കിയത്. അങ്ങനത്തെ നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മസാല എടുത്തങ്ങാണ്ട് ചിക്കനിലേക്ക്, അൽഫാം ഉണ്ടാക്കാനുള്ള ചിക്കനിലേക്ക് ഇത് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതേ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ വര ഇട്ട് കൊടുക്കണില്ല. ഇപ്പോൾ അതേ ഒരു ഫോർക്ക് വെച്ചങ്ങാണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പുറം ഇപ്പുറം രണ്ട് സൈഡും നമുക്ക് രണ്ട് ചിക്കനിൻ്റെ ലെഗ് പീസിലും നന്നായിട്ട് തന്നെ കുത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേക്കുന്ന സമയത്ത് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങി പിടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായിട്ട് കുത്തി കൊടുക്കുന്നത്. അങ്ങനെ ഇതേ രണ്ട് പീസും ഞാൻ നന്നായിട്ട് ഫോർക്ക് വെച്ചങ്ങാണ്ട് ഒന്ന് കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മസാലയൊക്കെ പുരട്ടി കൊടുക്കാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മസാല പുരട്ടിങ്ങാണ്ട് വെക്കണ ഒരു സമയം കൊണ്ട് തന്നെ അടുപ്പ് കത്തിച്ചങ്ങാണ്ട് ചിരട്ടയൊക്കെ കത്തിച്ച് കനലിലാക്കി എടുക്കണം. അപ്പോൾ അത്രയും നേരം അവിടെ ഒന്ന് ഇരുന്നോളൂ കേട്ടോ. അതായത് ഒരു 10 മിനിറ്റോളെങ്കിലും റെസ്റ്റ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. സാധാരണ ഞങ്ങൾ അൽഫാം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ രാവിലെയൊക്കെ ചിക്കൻ മേടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മാരിനേറ്റ് ചെയ്യലൊക്കെ രാവിലെ കഴിക്കും. എന്നിട്ട് പിന്നെ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ട് വൈകുന്നേരം എടുത്തങ്ങാണ്ട് അൽഫാം ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറെങ്കിൽ അല്ല നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കാൻ ഒരു സമയം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ ചിരട്ട കത്തിച്ച് കനലാവണം അത്രയും നേരം നമുക്ക് മസാലയൊക്കെ ഇങ്ങനെ ചിക്കനിലേക്ക് ഇറങ്ങിയെടുക്കാനുള്ള ഒരു സമയം ഉണ്ടാവും കേട്ടോ. വെറും 10 മിനിറ്റ് മാത്രം. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ചിക്കനിലേക്കൊക്കെ മസാല തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടോ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനാണ് കേട്ടോ ഇത്. ഇനി ഇത് ഇവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് കറി ഉണ്ടാക്കാനുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇനി മസാലയൊക്കെ പുരട്ടി എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴുകി എടുത്തേക്കണെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് പുരട്ടി എടുത്ത് വെക്കണം. അപ്പോൾ മറ്റേ അൽഫാം ഉണ്ടാക്കാനായിട്ട് എടുത്ത ഒരു ചിക്കനിലേക്കുള്ള മസാല ഉണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പോൾ അത് ഇനി കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമുക്ക് വേണ്ടതിലേക്കുള്ള സാധനങ്ങളൊക്കെ തന്നെയല്ലേ നമ്മൾ അതിലാണെങ്കിലും ചേർത്ത് കൊടുക്കണത്. പിന്നെ കറിക്ക് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഉള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ ഇതിപ്പോൾ കുറച്ചധികം ചിക്കനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മസാല നമ്മൾ മിക്സിയിൽ ഇരുന്ന് അൽഫാം ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു മസാല ഉണ്ടല്ലോ അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തികയാത്തതിലേക്ക് അതായത് കുറച്ചും കൂടെ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തെങ്ങാണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി എടുക്കുന്നു. പിന്നെ കറിയാക്കുന്നു കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ചിക്കന്. അങ്ങനെ ഇതിലേക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടിയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടിയല്ല ഇടുന്നത്, എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ഇടുന്നത്. അതും കുറച്ച് ഉപ്പും കൂടെ ഇട്ടെങ്ങാണ്ട് നന്നായിട്ട് ഒന്നും കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ പൊരിക്കണം. പിന്നെ ചിക്കൻ വറുത്ത് കറി വയ്ക്കാനായിട്ടുള്ള സവാളയും തക്കാളിയും മുളകും വെളുത്തുള്ളിയും അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ടോ. അപ്പോൾ രണ്ടടുപ്പും കൂടെ ഒരുമിച്ചാണ് കേട്ടോ തീ അതിട്ട് കത്തിക്കുന്നത്. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന അടുപ്പിൽ എനിക്ക് കറി ഉണ്ടാക്കാം, ഇപ്പുറത്തെ അടുപ്പിൽ ഗ്രില്ലും വെക്കാം അത് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ അടുപ്പിലെല്ലാം കറി ഉണ്ടാക്കാനായിട്ട് പറ്റില്ല, അതിൻ്റെ കമ്പിയെല്ലാം ഒടിഞ്ഞ് പോയേക്കണെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ കഞ്ഞി വയ്ക്കാനൊക്കെ ആയിട്ട് ചട്ടിയും കലമൊന്നും അടുപ്പിലേക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ. ഫ്രണ്ടിൽ സൈഡിലേക്ക് മറിഞ്ഞ് വീഴും. അപ്പോൾ ഇനി അങ്ങനെ എങ്ങനെയും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് രണ്ടടുപ്പ് ഒരുമിച്ച് കത്തിക്കുന്ന സമയത്ത് ഞാൻ ഈ അടുപ്പിൽ ചട്ടിയോ കല്ല് എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് മറ്റേ എന്തെങ്കിലും ചെറിയൊരു കല്ല് എന്തെങ്കിലുമൊക്കെ ആയിട്ട് താങ്ങി നിർത്തി കൊടുക്കട്ടോ. അല്ലെങ്കിൽ ആ കലം വെക്കണ കലം അപ്പം തന്നെ അങ്ങ് മറിഞ്ഞടിപ്പോകും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടി കൂടുതലും ഈ അടുപ്പ് കത്തിക്കാറില്ല, മറ്റേ അടുപ്പ് മാത്രമേ കത്തിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ വറുത്ത് തുടങ്ങണം. പിന്നെ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഗ്രില്ല് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചിരട്ടയുടെ കനൽ വേണം കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് ചിരട്ട വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുക്കള മൊത്തത്തിൽ കത്തിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വിറക് കഷ്ണങ്ങളുണ്ടല്ലോ, കഷ്ണം വിറകായിട്ടിരിക്കുന്നത് കുറച്ച് മുട്ടികൾ അങ്ങനത്തെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 ചിരട്ടയും വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് കത്തിപ്പിടിച്ച് കണ്ട് അതൊന്ന് കത്തി തീരാറാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ചിരട്ട ഇട്ട് കൊടുത്തങ്ങാണ്ട് അങ്ങനെ അടുപ്പ് നിറച്ച് കനലാക്കി എടുക്കണം. എന്നിട്ട് വേണം ഗ്രില്ല് വെക്കാനായിട്ട്. അപ്പോൾ അത്രയും നേരം നമ്മുടെ ചിക്കൻ അവിടെ ഇരിക്കട്ടെ. പിന്നെ കറി ഉണ്ടാക്കാനുള്ള ചിക്കൻ ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
അങ്ങനെ ദേ ചിക്കൻ പൊരിക്കാനായിട്ട് ഒരു ട്രിപ്പ് ഞാൻ അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പാണെങ്കിൽ കത്തിങ്ങാണ്ട് സെറ്റായി വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കറിക്ക് വേണ്ടി റെഡിയാക്കിയതും പിന്നെ അൽഫാമിന് വേണ്ടി റെഡിയാക്കിയതൊക്കെ ആയിട്ടുള്ള കുറേ വേസ്റ്റുകൾ, ഉള്ളിയുടെ വേസ്റ്റുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വാരിക്കളഞ്ഞങ്ങാണ്ട് അവിടെ മുഴുവനൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഈ പണീൻ്റെ ഇടയിൽ കൂടെ തന്നെ ക്ലീനിങ്ങും കഴിയുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം കൂടെ തീർന്നിട്ട് അവസാനത്തേക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ അതാകുമ്പോൾ ഒരുപാട് പണിയാകും കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ വറക്കാനായിട്ട് വെച്ചേക്കണം, അപ്പുറത്തെ അടുപ്പിൽ ചിരട്ട കത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കത്തിക്കനലായിട്ട് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഈ ഉള്ളിയൊക്കെ അങ്ങോട്ട് ചതച്ചെടുക്കാം. പിന്നെ സവാളയും തക്കാളിയും അതുമൊക്കെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതേ ചതക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുമന്നുള്ളിക്കാണെങ്കിലും ഇഞ്ചിക്കാണെങ്കിലും ഒക്കെ നന്നാക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും മുറിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ വലിപ്പമുണ്ടല്ലോ. അപ്പോൾ ഇനി മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങോട്ട് കറക്കണ സമയത്ത് ഇനി ശരിക്കും നന്നായിട്ട് അങ്ങോട്ട് അരഞ്ഞ് കിട്ടണ്ടെന്ന് വിചാരിച്ചേണ്ടതേ 1-2 കഷ്ണമൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചുമന്നുള്ളി ആണെങ്കിലും കുറച്ച് വലിയ ഉള്ളിയായിരുന്നു കേട്ടോ എടുത്തത്. പൊളിക്കാൻ എളുപ്പത്തിന് വേണ്ടി വലുത് മാത്രം തിരഞ്ഞു നോക്കി എടുത്തിയാണ് കേട്ടോ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളിയൊക്കെ ഒന്ന് 2-3 കഷ്ണമൊക്കെ ആയിട്ട് മുറിച്ചിട്ടു. പിന്നെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ എടുത്തിട്ടു. ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ചതയ്ക്കാനുള്ളതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറക്കി എടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കണ്ടോ ഇവിടെ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അത്രയും ചിക്കൻ പൊരിക്കാനും ഉണ്ട്. പിന്നെ ചിരട്ടയാണെങ്കിലും അതും ഇവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതേ സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതേ ആവശ്യമുള്ള തക്കാളി ഞാൻ അരിഞ്ഞെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാൻ ആ ചിക്കൻ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ മറിച്ചിട്ട് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഇനി സവാള ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല കുറുറുപ്പ് കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ചെറുതായിട്ട് സവാള അരിയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്തുങ്ങാണ്ട് കുഴഞ്ഞ് ഇതായി കിട്ടും കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഇനി കുറച്ച് വലുതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്ന് വയറ്റി കുഴഞ്ഞു വരുമ്പോഴത്തേക്കും സമയം പിടിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അരിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ ദേ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തു. 2 പച്ചമുളക് ഇരുന്ന് അതും കീറിയെടുത്തു. പിന്നെ ദേ കുറച്ച് മല്ലിയില കേട്ടോ. അത് നമ്മളിവിടെ തന്നെ നട്ടേക്കണേ ആ ഒരു മല്ലിയിലയാണ്. സാധാ മല്ലിയിലയല്ല, മറ്റേ വീട്ടിലൊക്കെ നടുവില്ലേ അങ്ങനത്തെ മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മല്ലിയിലയുടെ ചെറിയൊരു കഷ്ണം കേട്ടോ. അതാകുമ്പോൾ കുത്തുണ്ടാകില്ല. അപ്പോൾ അതും കൂടെ ഞാൻ അതിട്ട് കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ വറുത്ത് കോരുവാണ് കേട്ടോ. അങ്ങനെ ദേ ആദ്യത്തെ ട്രിപ്പ് ചിക്കനൊക്കെ ഞാൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ട്രിപ്പ് ചിക്കൻ ഇതേ അടുപ്പത്തേക്ക് പറക്കാനായിട്ടുള്ളത് അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അപ്പുറത്തെ അടുപ്പിൽ ഇതേ കനലിൽ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചിരട്ടയും കൂടി ഉള്ളൂ കേട്ടോ. അവസാനത്തെ ചിരട്ടയായിട്ട് ഒരെണ്ണം കൂടി ഉള്ളൂ കത്തി തീരാനായിട്ട്. ഇനി അതും കൂടെ കത്തി തീർന്നിട്ട് വേണം നമ്മളെ ഗ്രില്ല് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഗ്രില്ല് അങ്ങനെ പൊക്കിയൊന്നുമല്ല വെക്കുന്നത്, ഡയറക്റ്റായിട്ട് ഈ അടുപ്പിൻ്റെ മുകളിലേക്ക് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും തീ പാടില്ല, കനൽ മാത്രമേ ഉണ്ടാകാവുള്ളൂ കേട്ടോ. അങ്ങനെ അതേ ചിക്കനൊക്കെ വറക്കാനായിട്ട് അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അതവിടെ കിടന്നങ്ങാണ് കുക്കാവട്ടെ. അപ്പോഴത്തേക്ക് നമ്മളെ ഗ്രില്ലൊക്കെ സെറ്റാക്കി വെക്കണം കേട്ടോ. അങ്ങനെ ഇതേ ചിക്കൻ ചുട്ടെടുക്കാനുള്ള ഗ്രില്ലിൽ 2 സൈഡിൽ ഞാൻ കുറേശ്ശെ ഓയിലൊന്നാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ മസാല പുരട്ടി വെച്ചേക്കണേ ചിക്കൻ അതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഗ്രില്ല് അടച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാനായിട്ട്, അതായത് വേവിക്കാനായിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ചിക്കൻ കുക്കായിട്ട് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും പിടിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ഇതേ അടുപ്പിൻ്റെ പുറത്തേക്ക്, അതായത് തീക്കനലിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടിവശം കുറച്ച് ഒരു 10 മിനിറ്റോളം ഇരുന്ന് കുക്കായിട്ട് വേണം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അതിൻ്റെ മുമ്പായിട്ട് ഞാൻ 2 വശത്തും ഇതേ കുറേശ്ശെ ഓയിലൊന്നാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഉണ്ടെങ്കിൽ നമ്മളെ ചിക്കന് തന്നെ നല്ലൊരു സ്മൂത്തായിട്ട് കുക്കായിട്ട് വരുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവുകയുള്ളൂ. അപ്പോൾ 2 സൈഡിലും ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ഇനി അവിടെ കിടന്ന് വേവട്ടെ. ഒരു 10 മിനിറ്റോളം ഒരു സൈഡ് വെന്തിട്ട് വേണം നമുക്ക് മറ്റേ സൈഡൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴത്തേക്കും ഇതേ കൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി വെള്ളം ഒഴിച്ചെങ്ങാണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ചിക്കനും വറുത്തുകൊണ്ട് അതും നിൽക്കുന്നുണ്ട് കേട്ടോ. വറുത്ത് തീരാറാവണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ വറുക്കുകയും വേണം, ചപ്പാത്തി ഉണ്ടാക്കുകയും വേണം. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ അൽഫാം ഉണ്ടാക്കുന്ന ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചേക്കണ ചിക്കൻ ഉണ്ടല്ലോ, അതും നമുക്ക് നോക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഓടി നടന്ന് വേണം ചെയ്യാനായിട്ട്.
കുറച്ചധികം പകലെപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് സമയമെടുത്ത് പതിയെ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ധൃതിക്ക് തന്നെ ഈ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 9 മണി ആവാറായിട്ടുണ്ട് കേട്ടോ സമയം. ഇപ്പോഴെങ്കിലും ഇത് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 11 മണിക്കും കഴിക്കാനായിട്ട് ഇരിക്കില്ല കേട്ടോ. പിന്നെ നമുക്ക് ഫുഡ് കഴിച്ച് അപ്പം തന്നെ കിടക്കാനും പറ്റില്ലല്ലോ. സാധാരണ നമ്മൾ രാത്രിക്കത്തെ ഫുഡ് എപ്പോഴും നേരത്തെ കഴിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇന്നിപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇല്ലേ എന്ന് വിചാരിച്ചെങ്ങാണ്ട് സമയമൊന്നും ഇപ്പോൾ നമ്മൾ നോക്കണില്ല കേട്ടോ. എപ്പോഴാണോ കഴിക്കാനാവണേ അപ്പോൾ കഴിക്കുക, എന്നിട്ട് പിന്നെ കിടന്നുറങ്ങുക കേട്ടോ. അങ്ങനെ ദേ ചപ്പാത്തിയിലേക്ക് ആവശ്യമുള്ള, അതായത് ഗോതമ്പ് മാവിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ സ്പൂൺ അങ്ങോട്ട് മാറ്റിങ്ങാണ്ട് പിന്നെ കൈ ആയിട്ടുള്ള അംഗം തുടങ്ങി. അങ്ങനെ ദേ ചപ്പാത്തിയുടെ മാവ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അതായത് നമ്മൾ ചിക്കൻ വറുത്ത് കോരിയുന്നതും പിന്നെ അൽഫാം വെച്ചേക്കണുണ്ടല്ലോ, ആ ഗ്രില്ല് ചെയ്യാനായിട്ട് ചുട്ടെടുക്കാനായിട്ട് വെച്ചിട്ടുള്ള ആ ചിക്കനും ഒക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അത്രയും നേരം ഇവിടെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. അതിനുവേണ്ടി ഞാനൊന്ന് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലാക്കിങ്ങാണ്ട് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിലൊന്നും അല്ല, ചെറിയ രീതിയിലൊന്ന് കുഴച്ചെടുക്കണമെന്നുണ്ട്. അങ്ങനെ ദേ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഒരു ഗോതമ്പ് മാവുണ്ടല്ലോ, ചെടപ്പടേ എന്നും പറഞ്ഞുകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചിക്കനിലെ അൽഫാമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എത്രത്തോളം കുക്കായി എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ, എന്നിട്ട് വേണം നമുക്കൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തും, അതായത് നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിരുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അപ്പോൾ ആ ചിക്കൻ എടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് മസാല ഉണ്ടല്ലോ, ആ മസാല മൊത്തം കൂടെ ഒന്ന് തുടച്ച് കൂട്ടിയാണ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടോ. എന്നിട്ട് പിന്നെ അതാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ പുറത്തേക്കൂടിയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് സ്പ്രെഡാക്കി കൊടുക്കുന്നത്. അതായത് നമ്മൾ ചിക്കനിലുണ്ടല്ലോ നെയ്യൊക്കെ ഉണ്ടാവും, നെയ്യുള്ള ഭാഗമൊക്കെ നന്നായിട്ടൊന്നും നെയ്യ് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ നെയ്യായിട്ട് കളഞ്ഞിട്ടുള്ളൂ ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ആ നെയ്യൊക്കെ നമ്മൾ അടുപ്പത്ത് ചൂട് കെട്ടിങ്ങാണ്ട് ആ കനലിൽ വെന്ത് ഇങ്ങനെ വരുമ്പോൾ തന്നെ അതിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ ഉരുകി താഴത്തേക്ക് പൊക്കോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ വശമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ മസാല ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കനിലിട്ട് തന്നെ നന്നായിട്ട് എരിവൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് മസാലയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ഒരല്ലി വെളുത്തുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. മയോണൈസ് നമുക്ക് എപ്പോഴും കഴിക്കുന്നൊന്നും അത്ര നല്ലതല്ലല്ലോ, ഓയിലൊക്കെ അധികം ഒഴിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നില്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് മയോണൈസ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അതായത് ഒരു മുട്ടയുടെ വെള്ള വെച്ചിട്ടുള്ള മയോണൈസാണ് ഞാൻ റെഡിയാക്കണേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതേ മുട്ട പൊട്ടിച്ചിങ്ങാണ്ട് അതിൻ്റെ മഞ്ഞക്കരു മാറ്റി വെള്ളം മാത്രം ഒഴിച്ച് മിക്സ്, അങ്ങനെ അതേ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് മുട്ടയുടെ വെള്ളമൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തപ്പോഴത്തേക്കും മച്ച് കരച്ചിൽ തുടങ്ങി കേട്ടോ. അപ്പോൾ രാത്രി 9 മണി ആയില്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും പുള്ളിക്ക് വിശക്കണും ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഞാൻ അൽഫാം ഒന്നും കൂടി ഒന്ന് തിരിച്ച് വെച്ച് കൊച്ചിൻ്റെ കരച്ചിലൊക്കെ മാറ്റി നമ്മൾ ചിക്കനൊക്കെ വറുത്ത് കോരി ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതുമൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി സവാള ഒന്ന് കുക്കായിട്ട് കിട്ടണം. അപ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് 1-2 മിനിറ്റ് മാത്രം എടുത്തുങ്ങാണ്ട് ഇതേ ഒരു മയോണൈസ് ഉണ്ടാക്കില്ല കേട്ടോ. അതായത് പെട്ടെന്ന് വേണം എല്ലാം ചെയ്യാനായിട്ട്, അതുകൊണ്ട് എനിക്ക് ഫാസ്റ്റായിട്ടാണ് കേട്ടോ വീഡിയോ കാണിക്കേണ്ടി വന്നത്. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കാനായിട്ട് മുട്ടയുടെ വെള്ളം മാത്രം പൊട്ടിച്ചൊഴിക്കണില്ല, നിങ്ങൾ കണ്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓയിൽ ഒഴിച്ചു കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യം ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തെങ്ങാണ്ട് ഇതേ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ ഒഴിച്ചു കൊടുത്താണ് നമ്മുടെ മയോണൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിനൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. അങ്ങനെ ദേ മയോണൈസ് ഇവിടെ റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ കുറച്ച് കച്ചപ്പും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നേരത്തെ സ്നാക്സ് കഴിക്കാനായിട്ട് മേടിച്ചുകൊണ്ടുവന്നതിന് ബാലൻസ് കുറച്ച് കച്ചപ്പ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാമല്ലോ. അങ്ങനെ അതേ അൽഫാം ഏകദേശം വേവായിട്ടുണ്ട്. കുക്ക് ചെയ്യാനായിട്ട് ഞാനതേ അപ്പുറത്തെ വശവും തിരിച്ച് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടുമ്പോൾ അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കും. അതിൻ്റെ ഇടയിൽ കുറച്ച് ഓയിൽ, അതായത് മസാല മിക്സ് ആക്കിയിട്ടുള്ള ഓയിലുണ്ടല്ലോ അത് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വൈൻഡ് വന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ആവശ്യത്തിന്, അതായത് കറിക്ക് മാത്രമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടോ. ചിക്കൻ നമ്മൾ വറുത്ത സമയത്ത് ഉപ്പിട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പ്, അപ്പോൾ അതൊന്ന് ഇട്ടു കേട്ടോ. അപ്പോൾ അത് കെച്ചപ്പ് ഇതാണ് കേട്ടോ. കുപ്പിയുടെ അടിയിൽ കുറച്ചേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എടുക്കുന്ന സമയത്ത്, അതായത് നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഇനി അപ്പോൾ വെച്ചെങ്ങാണ്ടിട്ട് ഇങ്ങനെ നെക്കി ഇടങ്ങേറാക്കണ്ടെന്ന് വിചാരിച്ച് ആ കുപ്പീനെ അങ്ങോട്ട് റെസ്റ്റ് ആക്കാനായിട്ട് അവിടെ വെച്ചു വിട്ടു. അതായത് ഫ്രീ ആയിട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടോ. മൂടി തുറന്നങ്ങാണ്ട് കമത്തി വെച്ച് കൊടുത്ത് കഴിയുമ്പോഴല്ലേ എല്ലാം താഴത്തേക്ക് ഒഴുകി വരുമല്ലോ. ഇനി എടുക്കുന്ന സമയത്ത് കുപ്പി അങ്ങ് എടുത്ത് കഴിയുമ്പോൾ മൊത്തം പാത്രത്തിലിട്ട് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് എളുപ്പപ്പണിക്ക് വേണ്ടി അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതേ തക്കാളിയും സവാളയൊക്കെ ഒന്ന് വൈൻഡ് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കണേ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയില, അതൊക്കെയുള്ള ഒരു അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള അരപ്പിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ വേണം ഇതിലേക്ക് മസാല പൊടികളൊക്കെ ചേർക്കാനായിട്ട് കേട്ടോ.
അപ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തങ്ങാണ്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് നമ്മൾ ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ അതെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതായത് നമ്മുടെ ചിക്കൻ നമ്മൾ വറുത്തെടുത്തപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുത്തിട്ടില്ല കേട്ടോ, ഒരു 1/4 ഭാഗത്തോളം. അതായത് നമുക്ക് കറിക്ക് ഭയങ്കരമായിട്ടും ഹാർഡായി പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു 1/4 ഭാഗത്തോളം മാത്രമേ നമ്മൾ വറുത്തെടുത്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ ബാക്കി ഇതിലിരുന്ന് കണ്ട് വേവണം കേട്ടോ. അപ്പോൾ അതേ കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇറച്ചിയുടെ മുകളിൽ വെള്ളം ഒഴിച്ച് കൊടുത്താലേ ഉള്ളൂ ഇനി ചിക്കനും കൂടെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്കും കറിയൊക്കെ ഒന്ന് കുഴഞ്ഞ് നല്ല സെറ്റായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ തീ ഒന്നും കൂടെ ഉഷാറാക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി അത് അവിടെ ഇരുന്ന് കണ്ട് വേവിട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ കറി അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതേ അൽഫാമൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഭയങ്കരമായിട്ടും ചൂടടിക്കേണ്ട, ചിരട്ടയുടെ കനലുണ്ടല്ലോ അത് ഭയങ്കരമാണ് കേട്ടോ, നല്ല ചൂടാണ് കേട്ടോ. രണ്ടടുപ്പും കൂടെ തീ കത്തിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല കേട്ടോ. പിന്നെ ഇത്രയായിട്ട് ധൃതിക്ക് ഇങ്ങനെ പണിയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഏകദേശമൊക്കെ ഫുഡായി വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തലവേദനയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയിലോട്ട് കയറിയിട്ടോ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് വന്നപ്പോഴേ ചപ്പാത്തിയൊക്കെ ചെറിയ ചെറിയ ബോൾസാക്കി ഞാൻ എടുത്തു. എല്ലാം ഒന്ന് കൈ വെച്ചെങ്ങാണ്ട് ഒന്ന് ജസ്റ്റ് റോൾ ചെയ്തെങ്ങാണ്ട് ഒന്ന് പരത്തി എടുത്തു കേട്ടോ. അതായത് നമുക്ക് ഇനി ചപ്പാത്തി പലകയിൽ വെച്ചെങ്ങാണ്ട് പരത്തുമ്പോൾ പെട്ടെന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ അങ്ങോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം നമുക്ക് എടുത്ത് പരത്താലോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തി എടുക്കുന്ന സമയത്ത് തന്നെ ചെറിയ ബോൾസാക്കി ഇങ്ങാണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ ടൈം പോകും കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് എളുപ്പം ഇങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ എന്നും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ നമ്മുടെ എല്ലാ ബോൾസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിങ്ങാണ്ട് പൊടിയൊക്കെ ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ തമ്മിൽ ഒട്ടിപ്പോകില്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് പൊടിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചത്. അങ്ങനെ ചപ്പാത്തി പരത്തിയായിട്ട് തുടങ്ങി. അപ്പോൾ ഇത്രയായപ്പോഴത്തേക്കും ഇക്ക വന്നു കേട്ടോ. അതായത് ഇക്കാനെ വിളിച്ചു കേട്ടോ ഞാൻ, എനിക്ക് ചപ്പാത്തി ചുട്ട് തരുമോ എന്ന് ചോദിച്ചോട്ട്. അപ്പോൾ ഞാൻ പരത്തി എടുക്കുമ്പോഴത്തേക്കും ഇക്ക അത് ചുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇക്കപ്പത്തേക്കും വന്നു കേട്ടോ. ചട്ടിയടപ്പത്തേക്ക് വെക്കാനായിട്ട് പറഞ്ഞു. ഞാൻ ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഉമ്മച്ചി ഉണ്ടായിരുന്നു, ഉമ്മച്ചി പിള്ളേരുടെ അടുത്താണ് കേട്ടോ. പിന്നെ രാത്രിയൊക്കെ ആയി കഴിയുമ്പോൾ ഉമ്മച്ചി ഗുളികയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പറ്റൂലാണ്ടായി പോകും കേട്ടോ. പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരിയൊക്കെ സഹായിക്കാനൊക്കെ ആയിട്ട് വരും കേട്ടോ. രാത്രി ആയി കഴിയുമ്പോൾ പിന്നെ ഒട്ടും പറ്റില്ലാണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എന്നെ സഹായിക്കാനായിട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇക്കാനെ കൊണ്ട് പറ്റുന്ന അത്രയും സഹായിച്ചു തന്നത്. ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്ത് എടുത്തു കേട്ടോ. അങ്ങനെ ഗോതമ്പ് മാവും ചപ്പാത്തി പലകയായിട്ടുള്ള അംഗമാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ചടപടയെന്ന് പരത്തി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനും നമുക്ക് എളുപ്പമുണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ തന്നെ പരത്തി തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചായക്ക് വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ അതെ ഇക്ക ചുട്ടെടുക്കാനായിട്ട് ചട്ടിയും കൂടെ വെച്ചു കേട്ടോ. ഇനി ചട്ടി ചൂടാകുമ്പോൾ ഇക്ക ഇവിടെ നിന്നുകൊണ്ട് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾ ചുടാനും ഒരാൾ പരത്താനും ആകുമ്പോൾ 2 പണി ഒരുമിച്ച് തന്നെ തീരുമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇക്കാനെ ചുടാനായിട്ട് വിളിച്ചത്. അപ്പോൾ അവിടെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകണത് അതായത് 1, 2 ഒക്കെ പരത്തി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കൊണ്ടുവന്ന് കൊടുക്കും. ബാക്കി കൈ കൂടെ ചുട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയുള്ള പണികളൊക്കെ പെട്ടെന്നാകും കേട്ടോ. എന്നാൽ നമുക്ക് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, പിന്നെ അൽഫാമും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചപ്പാത്തിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ചപ്പാത്തി ചുട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മരച്ചു പോകും കേട്ടോ. അതായത് ഈ ചപ്പാത്തി നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ മരച്ചു പോകില്ല കേട്ടോ. നല്ല സോഫ്റ്റുള്ള ചപ്പാത്തി തന്നെയായിരിക്കും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ കഴിക്കാനുള്ളതാകുമ്പോഴാണ് ഇച്ചിരിയും കൂടെ ബലമായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ. പക്ഷേ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തി അവസാനം ഉണ്ടാക്കണേ കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയായി. അൽഫാമുണ്ട്, അതേപോലെ തന്നെ ദേ നല്ല ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്, ചപ്പാത്തി ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ചൂടനെയാണ്. പിന്നെ കെച്ചപ്പും ഉണ്ട്, മയോണൈസും ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടിങ്ങാണ്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്ക് അൽഫാം ഇഷ്ടമല്ല, ഉമ്മച്ചി ചപ്പാത്തിയും ചിക്കൻ കറിയും മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി വന്നപ്പോഴത്തേക്കും സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 10:45 ആയപ്പോഴത്തേക്ക് നമ്മളെ ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇരുന്ന് കഴിച്ചു, പാത്രമൊക്കെ കഴുകി ഈ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കേട്ടോ. ഇനി ഇപ്പോൾ പോയി കിടന്നുറങ്ങണം. എന്തായാലും എന്നും ഉറങ്ങണേക്കായും താമസിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് അപ്പം തന്നെ ഒന്നും കിടന്നുറങ്ങാൻ പാടില്ല കേട്ടോ. അത് ഏകദേശം 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇരിക്കണം. അവല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ദഹിക്കില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ദഹിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി നേരെ കിടന്നുറങ്ങാൻ പോവുകയാണ് കേട്ടോ.
പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയപ്പോൾ അൽഫാം ഉണ്ടാക്കിയ ഗ്രില്ല് മാത്രം കഴുകിയില്ല കേട്ടോ. അതായത് അത് ഉണങ്ങി പിടിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കഴുകിയിട്ട് പോണില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം നനച്ചെങ്ങാണ്ട് അത് അവിടെ ഇട്ട് ബാക്കിയുള്ളതെല്ലാം ക്ലീൻ ആക്കി എടുത്തു കേട്ടോ. അപ്പോൾ അതേ ഒരു കലം ചോറ് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളത്തേക്ക് ഒന്നും നോക്കണ്ട കേട്ടോ. കോഴിക്കും ഞങ്ങൾക്കൊക്കെ ഇതൊക്കെയാണ് ചോറ് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടു അടുപ്പും എല്ലാം ക്ലീൻ ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ എത്തിച്ചേരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ഇപ്പോൾ സമയം 11 മണി കേട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞതേ നമ്മൾ നേരെ കിടന്നുറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.